ദൈവനാമം മഹത്വപ്പെടട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസിനി വിശ്വാസികളുടെ സമൂഹമേ, കുഞ്ഞുങ്ങളെ നിങ്ങളെ എവരെയും വീണ്ടും വരുമെന്ന് അറിയിച്ചത് ഉദിതനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഭാതവചനത്തിലേക്ക് വളരെ വിനീതമായി സ്വാഗതം ചെയ്യുന്നു. സ്ലീബ പെരുന്നാളിൻ്റെ അന്ന് വിശുദ്ധ കുർബാനയിൽ എവൻഗെലിയോനിൽ വായിക്കുന്നതായ വേദഭാഗം എന്ന് പറയുന്നത് ലൂക്കോസ് എവൻഗെലിയോസായുടെ രക്ഷാസുവിശേഷം 21 അധ്യായം 5 മുതൽ 28 വരെയുള്ള വേദഭാഗങ്ങൾ ആയിരിക്കും. ലോകാവസാനത്തെ സംബന്ധിച്ചും അതിൻ്റെ അടയാളങ്ങളെക്കുറിച്ചും കർത്താവിൻ്റെ വീണ്ടും വരവിൻ്റെ ലക്ഷണങ്ങളെ പരാമർശിച്ചുമുള്ള വാക്യങ്ങളാണ് എവൻഗെലിയോനിൽ വായിക്കുക. കർത്താവിൻ്റെ വരവിനായി ഉണർന്നും ജാഗ്രതയോടും കൂടെ കാത്തിരിക്കണമെന്നാണ് യേശു ആഹ്വാനം ചെയ്യുന്നത്. കർത്താവിൻ്റെ വീണ്ടും വരവിൻ്റെ ലക്ഷണങ്ങളായി രേഖപ്പെടുത്തിയിരിക്കുന്നത് സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും ലക്ഷണങ്ങൾ ഉണ്ടാകും. കടലിൻ്റെയും ഓളത്തിൻ്റെയും മുഴക്കം നിമിത്തം ഭൂമിയിലെ ജാതികൾക്ക് നിരാശയോടുകൂടിയ പരിഭ്രമമുണ്ടാകും. ആകാശത്തിൻ്റെ ശക്തികൾ ഇളകിപ്പോകുന്നതിനാൽ ഭൂലോകത്തിന് എന്ത് സംഭവിപ്പാൻ പോകുന്നു എന്ന് പേടിച്ചും നോക്കി പാർത്തും കൊണ്ട് മനുഷ്യർ നിർജീവരാകും. ലൂക്കോസ് എവൻഗെലിയോസായുടെ രക്ഷാസുവിശേഷം 21 അധ്യായം 25 മുതൽ 26 വരെയും മർക്കോസ് എവൻഗെലിയോസായുടെ സുവിശേഷം 13 അധ്യായം 24 25 നമുക്ക് ഈ വേദഭാഗം കാണുവാൻ സാധിക്കും. കർത്താവിൻ്റെ ദിവസമോ കള്ളനെ പോലെ വരും. അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോവുകയും ചെയ്യും. 2 പത്രോസ് 3:10. ഇവ ലക്ഷണങ്ങളായി കാണിച്ചിട്ടുണ്ടെങ്കിലും ആ ദിവസത്തെക്കുറിച്ച് നാം അറിയുന്നില്ല. നിറഞ്ഞിരിക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് ഒരുങ്ങിയിരിപ്പീൻ. ലൂക്കോസ് 12:40. കർത്താവ് ഏത് ദിവസത്തിൽ വരുന്നു എന്ന് അറിയാത്തത് കൊണ്ട് ഉണർന്നിരിപ്പീൻ. മത്തായി ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 24 അധ്യായം 37 മുതൽ 42 വരെയുള്ള വേദഭാഗത്ത് ഇത് പറയുന്നുണ്ട്. കുരിശിന്റെ രൂപം ആകൃതി കുറ്റവാളികളെ ക്രൂശിൽ തൂക്കിക്കൊല്ലുന്നതിന് ഉപയോഗിച്ചിരുന്ന അപമാനകരമായ ഒരു ആകൃതിയായിരുന്നു. പീഡനത്തിലുള്ള ഒരു ഉപാധിയായിരുന്നു ക്രൂശിന്റെ ആകൃതി. ക്രിസ്ത്യാനികൾ 4-ാം നൂറ്റാണ്ടിന്റെ 4-ാം ദശകത്തിലാണ് സ്ലീബ ഒരു മത ചിഹ്നമായി ഉപയോഗിക്കാൻ ആരംഭിക്കുന്നത്. അതിനു മുമ്പ് 2-ാം നൂറ്റാണ്ട് മുതൽ ആരാധനാ സ്ഥലങ്ങളിലും ക്രിസ്തീയ വിശ്വാസികളെ തിരിച്ചറിയുന്നതിനും മത്സ്യത്തിന്റെ രേഖാചിത്രമായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിയെ തിരിച്ചറിയുന്നതിന് ഒരു വൃത്താകൃതി ഉള്ളം കയ്യിൽ വരയ്ക്കുമായിരുന്നു. മറ്റ് വിശ്വാസിയും അടുത്ത അർത്ഥവൃത്തം അഥവാ വൃത്തഖണ്ഡം വരച്ചാൽ വിശ്വാസി എന്ന് തിരിച്ചറിയുവാൻ ഇടയാകുമായിരുന്നു. പീഡന കാലത്ത് ഈ ചിഹ്നം പരസ്യമായി പ്രദർശിപ്പിക്കുവാൻ കഴിയുമായിരുന്നില്ല. മേൽ പരാമർശിച്ച മത്സ്യ ആകൃതി ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നു. നമുക്ക് ഒരു മത്സ്യത്തിൻ്റെ ആകൃതിയാണ് ആ ചിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതിനെക്കുറിച്ച് വേദ പണ്ഡിതന്മാർ അത് കൃത്യമായി എഴുതിയിട്ടുണ്ട്. സ്ലീബായുടെ മുൻകുറികളും പ്രതീകങ്ങളും അന്ത്യകാല അടയാളങ്ങളും എല്ലാം വിശദമായി പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് പരിശുദ്ധ ഇഗ്നാത്തിയോസ് അപ്രേം രണ്ടാമൻ ബാബായുടെ കുരിശിന്റെ പ്രതീകങ്ങൾ പൂർവിക സുറിയാനി പിതാക്കന്മാരുടെ രചനകളിൽ എന്ന ഗവേഷണ പ്രബന്ധം. ഇതിൽ ഈ മത്സ്യത്തിൻ്റെ അടയാളം കൊടുത്തിട്ടുണ്ട്. തോട്ടത്തിൻ്റെ നടുവിലുള്ള വൃക്ഷം 33:3, മോശയുടെ വടി പുറപ്പാട് പുസ്തകം 14:16, മോശ ഉയർത്തിയ പിച്ചള സർപ്പം സംഖ്യാപുസ്തകം 21:8-9, ഇസഹാക്ക് ചുമലിൽ വഹിച്ച വിറക് ഉൽപ്പത്തി 22:6 എന്നിങ്ങനെ സ്ലീബായുടെ വിവിധ മുൻകുറികൾ പഴയ നിയമത്തിൽ കാണുവാൻ കഴിയും. യേശുവിൻ്റെ കുരിശിൻ്റെ തറപ്പിനായിട്ടുണ്ടായ രക്ഷയുടെ ചിഹ്നമായി സ്ലീബ ഉപയോഗിക്കാനുണ്ടായ ചരിത്ര പശ്ചാത്തലം ആണ് നമുക്ക് ഇനി നോക്കുവാനുള്ളത്. മഹാനായ കൊസ്തന്തീനോസ് 1-ാമൻ ചക്രവർത്തി, അതായത് AD 274 മുതൽ 337 വരെ ജീവിച്ചിരുന്നയാൾ, മിലാൻ വിളംബരം വഴി ക്രിസ്തുമതത്തിന് ആരാധനയും സ്വാതന്ത്ര്യവും പ്രത്യേക അവകാശങ്ങളും അനുവദിച്ച റോമൻ ചക്രവർത്തിയാണ് ഇദ്ദേഹം. മിലാൻ വിളംബരത്തിൻ്റെ വിശദാംശങ്ങൾ ഗവർണർമാർക്ക് അയച്ചു കൊടുത്തിരുന്നു. കൊസ്തന്തീനോസ് ചക്രവർത്തിയുടെ ഒരു സ്വപ്നത്തിൽ ലഭിച്ച നിർദ്ദേശമനുസരിച്ച് പട്ടാളക്കാരുടെ പരിചയം മറ്റും ക്രിസ്തുവിൻ്റെ സഹായത്തിനായി കുരിശടയാളവും രേഖപ്പെടുത്തി. വെള്ളിയാഴ്ചയിലെ സന്ധ്യാപ്രാർത്ഥനയിലും സ്ലീബ പെരുന്നാളിൻ്റെ പ്രാർത്ഥനകളിലും ഈ സംഭവം പരാമർശിക്കുന്നുണ്ട്. അതിനുശേഷമുള്ള യുദ്ധങ്ങളിൽ കൊസ്തന്തീനോസ് ചക്രവർത്തി വിജയശ്രീലാളിതനായി മിക്സിമിനാസ്
ലിബിനിയസ് എന്നിവരുമായി യുദ്ധമുണ്ടായതായി ചരിത്രത്തിൽ പറയുന്നുണ്ട്. കുസ്തന്തീനോസ് ചക്രവർത്തിയുടെ മാതാവായ ഹെലനി രാജ്ഞി AD 248 മുതൽ 328 വരെ ജീവിച്ചിരുന്ന ആൾ ദൈവീക ദർശനത്താൽ യെരുശലേമിലെത്തി കർത്താവിന്റെ കല്ലറ വളരെ പ്രയാസപ്പെട്ട് കണ്ടെത്തി. കാരണം ക്രിസ്ത്യാനികളെ വെറുത്തിരുന്നവർ കല്ലറ സ്ഥിതി ചെയ്തിരുന്ന സ്ഥലം മണ്ണിട്ട് നികത്തി വീനസ് ദേവന് ഒരു ക്ഷേത്രം പണിതിരുന്നു. മണ്ണ് നീക്കിയപ്പോൾ 3 കുരിശുകൾ കണ്ടെടുത്തു. യെരുശലേം മെത്രാപോലിത്ത ആയിരുന്ന മോർ മക്കാരിയോസ് കർത്താവിന്റെ കുരിശ് തിരിച്ചറിയുന്നതിന് ദൈവത്തിൽ നിന്ന് ഒരു അടയാളം ചോദിച്ചു. അതിന് പ്രകാരം മരണാസന്നയായ ഒരു സ്ത്രീയെ 3 കുരിശുകൾ കൊണ്ട് സ്പർശിച്ചു. യേശുവിന്റെ കുരിശ് സ്പർശിച്ചപ്പോൾ ആ സ്ത്രീ പൂർണ്ണ ആരോഗ്യവതിയായി. ഈ കുരിശ് സ്ലീബ കണ്ടെടുത്തത് മാർച്ച് 24 AD, അതായത് AD 324-നും 328-നും ഇടയ്ക്കുള്ള കാലഘട്ടത്തിലാണ് എന്ന് നമുക്ക് അനുമാനിക്കാം. ഷാരൂഖിലെ മോർ യാക്കോബിന്റെ, അതായത് AD 521 ഒരു ബോവുസോയിൽ ഈ സംഭവം കൃത്യതയോടെ വിവരിക്കുന്നുണ്ട്. യൂദ എന്നയാൾ കുഴിക്കുകയും ഒന്നിച്ചു കിടന്ന 3 കുരിശുകൾ കണ്ടെടുത്തു. എന്നാൽ രാജാവിന്റെ മാതാവ് ഹെലനി ദുഃഖിതയായിരുന്നു. കാരണം ദൈവപുത്രൻ ഏത് കുരിശിലാണ് തറയ്ക്കപ്പെട്ടതെന്ന് അറിയുമായിരുന്നില്ല. യൂദ അവളോട്, അനുഗ്രഹിക്കപ്പെട്ടവളെ ദുഃഖിക്കേണ്ട, ജീവിച്ചിരിക്കുന്നവനായ കർത്താവ് അവന്റെ കുരിശ് ഏതെന്ന് കാണിച്ചതിനും മരിച്ച ഒരു യുവാവിനെ സെമിത്തേരിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ പ്രകാശത്തിന്റെ കുരിശ് ഏതെന്ന് കാണിച്ചു തരുന്നതിന് തിരുമനസായി. ആ സ്ഥലത്ത് നിന്ന് കണ്ടെടുത്ത 2 ആണികളിൽ ഒന്ന് രാജാവിന്റെ കിരീടത്തിലും മറ്റേത് കുതിരയെ നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന കടിഞ്ഞാനായും ഉറപ്പിച്ചു എന്ന് പിന്നീട് നമുക്ക് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇതേ തുടർന്നായിരിക്കണം അപമാനകരമായ കുരിശ് എന്ന ചിഹ്നം അനുഗ്രഹത്തിന്റെ ചിഹ്നമായി ക്രിസ്തീയ ലോകത്ത് പ്രചാരം നേടിയതെന്ന് നമുക്ക് മനസ്സിലാക്കാം. സ്ലീബ കണ്ടെടുത്തതിനെ പരാമർശിക്കുന്ന പാതി നോമ്പിലെ പ്രദക്ഷിണ ഗീതവും സ്ലീബായെ വന്ദിപ്പാനായി എന്ന ആ പാട്ട് മേൽ വിവരിച്ച ചരിത്രത്തെ സാധൂകരിക്കുന്നതാണ്. സ്ലീബ പെരുന്നാൾ ആഘോഷിക്കുന്നത് സെപ്റ്റംബർ 14-ാം തീയതിയാണ്. സഭാ വർഷത്തിന്റെ ക്രമീകരണത്തിൽ വീണ്ടും വരവിന്റെ അനുസ്മരണം ഏറ്റവും ഒടുവിൽ വരുന്നത് യുക്തവുമാണ്. സ്ലീബ കണ്ടെത്തുന്നതിനായി ആശ്രിത ഗ്രന്ഥങ്ങളിൽ കാണുന്ന മാർച്ച് 24 കർത്താവിന്റെ കഷ്ടാനുഭവത്തിന്റെ നാളുകളായതിനാലായിരിക്കാം ഈ തീയതിയിൽ മാറ്റം വരുത്തിയിരിക്കുന്നത് എന്ന് നമുക്ക് ഊഹിക്കാം. എന്തായാലും സഭ സ്ലീബ പെരുന്നാളായി ആഘോഷിക്കുന്നത് സെപ്റ്റംബർ 14-നാണ് എന്ന് നമുക്ക് ഏവർക്കും അറിയാം. അതായത് ആരാധന വർഷത്തിന്റെ അവസാന ഭാഗത്ത്. അതിനുശേഷം നമുക്ക് ഏവർക്കും അറിയാം, ഈ സ്ലീബായ്ക്ക് ശേഷമുള്ള ഏതാനും ഞായറാഴ്ചകൾക്ക് ശേഷം പിന്നീട് കൂദോസ് ഈത്തോ വരുന്നതായും നമുക്ക് ഏവർക്കും അറിയാം. ഈ ഭാഗം, അതായത് സ്ലീബ പെരുന്നാളിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നാം മനസ്സിലാക്കി ആ സ്ലീബ നമ്മുടെ രക്ഷയുടെ ചിഹ്നമായി നാം 4-ാം നൂറ്റാണ്ടിന്റെ 4-ാം ശതകത്തിൽ സ്വീകരിച്ചത് ഇന്ന് നമ്മുടെ എല്ലാ ആരാധനയിലും നമ്മൾ കൗമ ചൊല്ലുമ്പോഴും നമ്മൾ ആ കുരിശടയാളം നമ്മൾ വരയ്ക്കുന്നു, ദൈവത്തെ നമ്മൾ ഓർക്കുന്നു എന്ന് മാത്രമല്ല, നമ്മുടെ പിതാക്കന്മാർ നമ്മെ ഉദ്ബോധിപ്പിച്ചിരിക്കുന്നത് ഒരു കൗമ ചൊല്ലുമ്പോൾ, അതായത് പിതാവും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി എന്ന് തുടങ്ങുന്ന ആ അവസരത്തിൽ അവിടെ അതുമുതൽ കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം എന്ന് തുടങ്ങി തീരുന്നത് വരെ പ്രാർത്ഥിക്കുന്നതിനിടയ്ക്ക് നമ്മൾ 9 പ്രാവശ്യം കുരിശ് വരയ്ക്കണമെന്നാണ്. ഇന്ന് അതൊക്കെയും ആൾക്കാർ അത്രയും കൃത്യമായി ആചരിക്കാത്തതിനാൽ കണ്ടുവരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ വിശ്വാസികളായ പലരും ഇന്നും അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് എന്ന് മാത്രം നാം മനസ്സിലാക്കിയാൽ മതി. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു കൗമായിൽ 9 പ്രാവശ്യം കുരിശ് വരയ്ക്കണമെന്നുള്ളത് നാം അത് ചെയ്യുന്നത് ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കും. ആ പാതയിലൂടെ, നമ്മുടെ പിതാക്കന്മാർ കാണിച്ചതായ പാതയിലൂടെ നമുക്ക് ജീവിക്കാൻ വേണ്ടി ശ്രമിക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.